ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞൊരിടയ്ക്കൊരു പ്രശ്നം കണ്ടായിരുന്നു, നമ്മുടെ പ്രണവ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ആ ഫാമിലിയെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബ്രദേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം, അവരുടെ കഴിവ്, അവർ അവതരിപ്പിക്കുന്ന ഓരോ വീഡിയോസും കാര്യങ്ങളും നമ്മളെല്ലാവരും ആസ്വദിച്ചായിരുന്നു കാണുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചാനലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കൊരു പ്രശ്നമുണ്ടായി. അതെല്ലാം കുറേ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നടക്കാൻ പറ്റാതെ കുറച്ച് കാര്യങ്ങളാണ് നടന്നത്. പിന്നെ അവർ തന്നെ ആ വീഡിയോസ് എല്ലാം നീക്കം ചെയ്തു. പിന്നെ ആരും അതിനെപ്പറ്റി പ്രതികരിക്കാൻ പോയില്ല. ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് വേറെ ഒരു ചെറിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു കമൻറ്റാണ്, മേഡം പറഞ്ഞ പ്രവീണിൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം സൂപ്പർ അഭിനയമാണ്. ആദ്യം ഞാൻ പ്രവീണിൻ്റെ ഭാഗമാണ് സത്യമെന്ന് തോന്നി. പിന്നീട് അവരുടെ വീഡിയോ കാണുന്നവർക്കറിയാം അത് ഫേക്കാണെന്ന്, അവരുടെ വീഡിയോ ഫേക്കാണെന്നൊക്കെ അറിയാം. ആ കമൻറ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ചേച്ചി വളരെ ഒബ്സർവ് ചെയ്ത് വ്യക്തമായി പറഞ്ഞു അവർക്ക് പേടിയായി, ആളുകൾക്ക് ബുദ്ധി വെക്കുമോ എന്ന്. അങ്ങനെ കുറേ കമൻറ്റുകൾ ആ വീഡിയോസിൻ്റെ അടിയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയാണ്, ചിലയിടത്ത് അവരുടെ വീഡിയോസിൻ്റെ അടിയിൽ പോയി നല്ല കമൻറ്റ് ഇടും. പിന്നെ അവരുടെ ഒരു മോശ കാര്യങ്ങളോ അവരെ പറ്റി എന്തെങ്കിലും ഒരു ബാഡായിട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി പിന്നെ അവരെ കുറ്റം പറയും. അങ്ങനത്തെ സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ. ചിലപ്പം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ആ ആൾക്കാർ തന്നെ ഇപ്പുറത്ത് വേറൊരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളെ വിമർശിക്കും. അതാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആർക്കും, അത് നമ്മൾ തന്നെയാണ് കമൻ്റ് ഇടുന്നത്, അപ്പോൾ നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നതാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷെ അതൊന്നുമല്ല പ്രശ്നം. ആ ചാനലിൽ ചേച്ചി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന്. പ്രവീൺ പക്ഷേ ഇന്ന് ആ ചേച്ചിയുടെ ചാനൽ തന്നെ പോകാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് എൻ്റെ ചാനൽ പോയാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ആ വീഡിയോ വേറെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, വേറെ ചാനൽ ഞാൻ തുടങ്ങും. അപ്പം അതിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പം ആ വീഡിയോസ് എനിക്കിനി പോസ്റ്റ് ചെയ്യാം, ഞാൻ ആ ഭാഗം കട്ട് ചെയ്തിട്ട് എനിക്ക് വീണ്ടും ഇനി പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊത്തിരി വ്യൂസ് കൂടിയിട്ടുണ്ട്, 40,000 ആൾക്കാരോളം കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ആ പ്രശ്നം തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവീൺ ആ ചേച്ചിയുടെ ചാനലിനെതിരെ എന്തോ ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ആ ചേച്ചി വ്യക്തമാക്കി ഇപ്പോൾ രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഫെയറി ഹോം അങ്ങനെയാണ് ആ ചാനലിൻ്റെ പേര്. ചേച്ചി വ്യക്തമാക്കി പറയുന്നുണ്ട് അവർക്കിടയിലുള്ള പ്രശ്നം. നമുക്ക് ആർക്കും ഓരോ കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ കാണും. അപ്പം നമുക്ക് ആർക്കും അത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇവർ തന്നെയാണ് ഈ പ്രണവ് അവർ തന്നെയാണ് അവരുടെ ചാനലിനെതിരെ കുറച്ച് കാര്യങ്ങൾ, അത് ചാനലിനെതിരെയല്ല, അവരുടെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ ഇവർ തന്നെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വീഡിയോസ്, പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും അവരവിടെ ചെയ്തു. അതായത് ഇതുവരെ അവർ ഒരു കുടുംബം പോലെ കഴിഞ്ഞു. ലാസ്റ്റിൽ അവർ ബ്രദേഴ്സിന്, അതായത് പ്രണവ് കൊച്ചു മദ്യപിച്ചു, അതുപോലെ കുടുംബം നോക്കുന്നില്ല. പക്ഷേ ഇന്ന് കൊച്ചു കൊണ്ടല്ല നല്ല അടിപൊളിയായിട്ട് ചാനലും കാര്യങ്ങളും, എന്താ ഒരു മടിയനാണെന്ന് പോലും പറയത്തില്ല, ഡെയിലി വീഡിയോസും അതുപോലെ നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ അതിലൊരു ആ മേഡം പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, അതായത് മൃദുല വന്നതിന് ശേഷമാണ് ഇവർക്കിടയിൽ ഇങ്ങനെ ഇവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ ഒരുപാട് ഇൻകം വന്നു. ലാസ്റ്റിൽ അതല്ല അവർ സേവ് ചെയ്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ടാക്കി ഇവർ വേർപിരിഞ്ഞ്. പക്ഷെ നമുക്കും അതിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നും. കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ പിണങ്ങി മാറിയിട്ട് ഉടനെ തന്നെ പുത്തൻ വീട്, പിന്നെ അതുപോലെ തന്നെ ആ വീട്ടിലെ കാര്യങ്ങൾ ഫുൾ ഇവർ സെറ്റ് ചെയ്ത്, അപ്പം അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കും, കാരണം അവരുടെ കയ്യിൽ അത്രയും ക്യാഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 20 ലക്ഷവും നല്ല വില വരുന്ന ഒരു വീടും പിന്നെ അതിലെ ഫുൾ കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കറിയാം ഇവർക്ക് നല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവർക്ക് നല്ല വ്യൂസും സപ്പോർട്ടും ഉള്ള ചാനലായതുകൊണ്ട് നല്ല ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ
ഒരു വീട് മേടിക്കണമെങ്കിൽ നല്ല പൈസ വേണം. അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അവർക്കത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പം തന്നെ ഇവർ നല്ലൊരു വീടും കാര്യങ്ങളും എല്ലാം മേടിച്ചു. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തന്നെ നോട്ട് ചെയ്യാം. കാരണം നമ്മളെ പറ്റിച്ചു, അതായത് ഇങ്ങനൊരു പ്രശ്നമെല്ലാം ഉണ്ടാക്കി ഇവർ വാടക വീട്ടിൽ പോകണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പുതിയ വീട് അന്നേരം തന്നെ മേടിക്കുന്നതും എല്ലാം. പിന്നെ ഓരോ അച്ഛന്മാരുടെ ഒരു ഇതുണ്ടല്ലോ, അതായത് എൻ്റെ കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ പുതിയ വീട്ടിൽ കയറ്റണം, വാടക വീട്ടിൽ കയറ്റില്ല, അതെല്ലാം അച്ഛൻ അമ്മമാരുടെ ഒരു സ്വപ്നമാണ്. അതിൽ നമുക്ക് ആർക്കും എതിര് നിൽക്കാൻ പറ്റത്തില്ല. അത് നടക്കട്ടെ. പിന്നെ അവർ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് അവരത്രയും എഫേർട്ട് എടുത്ത് റീച്ചാക്കിയ ഒരു ചാനലാണ്. അതിൽ കൂടെ അവർക്ക് വരുമാനം കിട്ടുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു എതിർപ്പ് വരാൻ തോന്നിയത് ഇവർ കുടുംബത്തിലുണ്ടായ ഇത്രയൊരു ഇഷ്യൂ അച്ഛനും അമ്മയും ഒരാങ്ങളെയും നാണം കെടുത്തിയല്ലോ എന്നോർത്തിട്ടാണ് എനിക്ക് അത്രയും ദേഷ്യം വന്നത്. കാരണം നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ ആരാ തെറ്റുകാരെന്നുള്ള കൺഫ്യൂഷനിലായി. ഇപ്പം കൊച്ചുവിൻ്റെ ചാനൽ കാണുമ്പോൾ അവരുടെ അമ്മയും അച്ഛനെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. ഇപ്പുറത്ത് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ ഇവരെയും കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ ഈ രണ്ട് സൈഡ് നമുക്കാണെങ്കിൽ ആരാ ഇത് ശരിക്കുള്ള പ്രശ്നക്കാരെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ഇതിൽ ഒരു വിഡ്ഢികളായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇനി എന്തായാലും ഇപ്പോൾ ഈ ഫെയറി ഹോം ആ ചേച്ചി പറയുന്ന ആ ചേച്ചീനെ ഇതുപോലെ ചെയ്ത ക്രൂരതയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചേച്ചി ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ മെസ്സേജ് അയച്ചല്ല എങ്ങനെയും കോണ്ടാക്ട് ചെയ്ത് അതൊക്കെ അങ്ങ് ഇതാക്കാമായിരുന്നു. ഇനി എത്ര ആണെന്ന് പറഞ്ഞാൽ പോലും ഇനി ചേട്ടനും അനിയനും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എന്നായാലും അവർ മാറി സെപ്പറേറ്റായി താമസിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇനി കൊച്ചു കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഒന്നും താമസിക്കാൻ പറ്റത്തില്ല. അവരുടേതായിട്ടുള്ള എല്ലാവർക്കും ജീവിതമുണ്ട്. പരസ്പരം ഇന്ന് എല്ലാവരും അനിയനും ചേട്ടന്മാരും എല്ലാം മാറിയാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ കണക്ക് കൂട്ടായിരുന്നു. ഇവരും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി മാറണ്ടായിരുന്നു. സന്തോഷത്തോടെ അല്ലെ പ്രവീണിന് കുഞ്ഞായി അല്ലെ കല്യാണം കഴിഞ്ഞു അവൻ മാറണം എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ച് അങ്ങനെ തന്നെ മാറി എങ്കിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തേനെ. കാരണം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും അങ്ങനെയാണ്. ചേട്ടനും അനിയനും ഉണ്ടെങ്കിൽ ചേട്ടൻ മാറും, അനിയന് വീട് കിട്ടും, ചിലപ്പം അനിയൻ മാറും, ചേട്ടൻ വീട്ടിൽ നിൽക്കും. അങ്ങനെയൊക്കെ ഇന്ന് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. ഇവർക്കിടയിൽ ഇത്രയും പ്രശ്നം, അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റിദ്ധാരണ, പല ചിന്തകളിലേക്ക്. ഇപ്പം പ്രവീണിനെ എല്ലാവരും കുറ്റം പറയാം. ആ കമൻറ്റും ഫുള്ള് ആ ഫെയറി ഹോം എന്ന് പറയുന്ന ആ ചാനലിൻ്റെ അടിയിൽ ഫുള്ള് പ്രവീൺ ഫേക്കാണെന്ന് പറയുന്നത്. എന്തായാലും അവരുടെ ജീവിതം നന്നായിട്ട് ജീവിക്കട്ടെ, നമുക്ക് അത്രമാത്രം പറയാം.